വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. പിന്നിട്ട് 24 മണിക്കൂറിനിടെ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്ത കുടുംബങ്ങൾ അഭയം പ്രാപിച്ച ടെന്റുകൾ ലക്ഷ്യമാക്കിയായിരുന്നു ബോംബാക്രമണം. അൽമവാസി, സൈത്തൂൻ, ബുറൈജ്, നുസൈറാത്ത് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിന്റെ ഭാവി അപകടത്തിലാണെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 10 യുഎസിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചെങ്കിലും തുടക്കം മുതലേ ഇസ്രായേൽ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ. കിഴക്കൻ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലുമാണ് ഇന്ന് കനത്ത മഴ അനുഭവപ്പെട്ടത്. മഴയെ തുടർന്ന് താപനിലയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവരും സന്ദർശകരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മഴയുള്ളപ്പോൾ വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആകാശം മേഘാവൃതമായിരിക്കുമെന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബായ് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക. ഇത്തരം നിയമലംഘകരെ പിടികൂടാൻ നഗരസഭയുടെ AI ക്യാമറകൾ സജ്ജമായി കഴിഞ്ഞു. ക്യാമറയിൽ കുടുങ്ങിയാൽ 500 ദിർഹം അഥവാ 12,000 രൂപയിലേറെയാണ് പിഴ. ദുബായ് നഗരത്തിൽ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഇത്തരം വാഹനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ AI ക്യാമറകൾ സ്ഥാപിക്കുക. നഗരം മുഴുവൻ മാലിന്യം ശേഖരിക്കാനായി സഞ്ചരിക്കുന്ന ഈ വാഹനത്തിലെ RFID ക്യാമറ സംവിധാനം പരിസരം മുഴുവൻ നിരീക്ഷിക്കും. അനധികൃതമായി മാലിന്യം തള്ളുന്ന പ്രവണതയുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കും. റോഡുകൾ, താമസ മേഖലകൾ എന്നിവയെല്ലാം ഈ ക്യാമറകൾ നിരീക്ഷിക്കും. ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതും നഗരത്തിന്റെ രൂപഭംഗി നശിപ്പിക്കുന്ന വിധം മാലിന്യം നിക്ഷേപിക്കുന്നതും കുറ്റകരമാണ്. പരീക്ഷണഘട്ടത്തിന് ശേഷം കൂടുതൽ വിപുലമായ നിരീക്ഷണ ശൃംഖലകൾ നിലവിൽ വരുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു. അനധികൃത മാലിന്യ നിക്ഷേപം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ വർഷം ഇൽത്തിസാം എന്ന ആപ്പ് നഗരസഭ പുറത്തിറക്കിയിരുന്നു. മീഡിയ 1 ദുബായ്. തദ്ദേശീയമായി നിർമ്മിച്ച കാർഗോ ഡ്രോൺ പുറത്തിറക്കിയ ഒമാൻ. 250 കിലോ ഭാരം വഹിക്കുന്ന 300 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്ന ഡ്രോണാണ് പുറത്തിറക്കിയത്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സ്ട്രാറ്റജിക് ചരക്ക് ഡ്രോണാണിത്. ഒമാൻ തദ്ദേശീയമായി നിർമ്മിച്ച സഹം എന്ന ചരക്ക് ഡ്രോണാണ് വിജയകരമായി പറന്നുയർന്നത്. മിലിറ്ററി ടെക്നോളജിക്കൽ കോളേജിൽ നടന്ന സ്കൈ ബ്രിഡ്ജ് പരിപാടിയിൽ ഗതാഗത മന്ത്രി സായിദ് ബിൻ ഹമൂദ് അൽ മവാലിയാണ് ഡ്രോൺ ഉദ്ഘാടനം ചെയ്തത്. ഒമാന്റെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രോൺ രാജ്യത്തെ ആരോഗ്യ ലോജിസ്റ്റിക്സ് മേഖലയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ പരീക്ഷണ പറക്കലിൽ 100 കിലോഗ്രാം മരുന്നുകളുമായി 100 കിലോമീറ്റർ അകലെയുള്ള ജബൽ അക്തർ മലനിരകളിൽ ഡ്രോൺ കൃത്യമായി സാധനങ്ങൾ എത്തിച്ചു. അതിവേഗത്തിലുള്ള വിതരണ ശൃംഖല ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ഡ്രോണിന് പരമാവധി 250 കിലോഗ്രാം ഭാരം വഹിക്കാനാവും. 300 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനും ശേഷിയുണ്ട്. ദുർഘടമായ മലനിരകളും താഴ്വരകളും കടന്ന് വിദൂര പ്രദേശങ്ങളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സഹൻ ഡ്രോൺ ഏറെ സഹായകരമാകും. ഇബ്നു ഫിർനാസ് സെന്റർ ഫോർ ഡ്രോൺസിന്റെ നേതൃത്വത്തിൽ ഒമാനി വിദഗ്ധരാണ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാരം വഹിക്കാവുന്ന ഡ്രോണുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1 മസ്കത്ത്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കണമെന്ന് കുവൈത്ത് നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം അറിയിച്ചു. സോഷ്യൽ മീഡിയ ആപ്പുകളും ഇലക്ട്രോണിക് ഗെയിമുകളും മാതാപിതാക്കൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. കുട്ടികളുമായി തുറന്ന സംഭാഷണവും വിശ്വാസബന്ധവും വളർത്തേണ്ടതിന്റെ പ്രാധാന്യവും സംഘടന ചൂണ്ടിക്കാട്ടി. സംശയാസ്പദ മാറ്റം, ലൈംഗിക അതിക്രമ ശ്രമങ്ങൾ, ദുരുപയോഗം തുടങ്ങിയവ കണ്ടാൽ ഉടൻ അറിയിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇത്തരം സംഭവങ്ങളിൽ ബന്ധപ്പെട്ട സുരക്ഷാ വിഭാഗങ്ങളെ മടിക്കാതെ ബന്ധപ്പെടണമെന്ന മുന്നറിയിപ്പും നൽകി. ഒരു കുട്ടിക്കെതിരായ ആക്രമണ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രസ്താവന. കേസിൽ വേഗത്തിൽ ഇടപെട്ട ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തെ KNCPP അഭിനന്ദിച്ചു. ജിദ്ദയിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മണ്ണാർക്കാട് അലനല്ലൂർ കാഞ്ഞിരപ്പാറ സ്വദേശി ചേർക്കയിൽ മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ജിദ്ദ KMCC വെൽഫെയർ വിങ്ങിന് കീഴിൽ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. കോഴിക്കോട് വടകര മണിയൂർ സ്വദേശി റാസൽ കൈമിയിൽ മരിച്ചു. റാഗ് ബർഗർ സ്പോർട്ട് പാർട്ണറായ ജംഷീദ് പുതിയോട്ടിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 41 വയസ്സായിരുന്നു. പാലയാട്ട് നട ഇരിങ്ങൽ പുതിയോട്ട് ഹൌസിൽ ഹംസയുടെയും നഫീസയുടെയും മകനാണ്.
സഹോദര മതസ്ഥരുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുമ്പോഴാണ് മതേതരത്വം അർത്ഥപൂർണമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമസ്തയുടെ സാന്നിധ്യം കരുത്തും ആത്മവിശ്വാസവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ സമസ്ത ശതാബ്ദി പ്രചാരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ആ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവനേക്കാളും മുമ്പിൽ നിന്ന് അവനെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. സമസ്തയുടെ ആ സാന്നിധ്യം ഞങ്ങൾക്കെല്ലാം ആശ്വാസമാണ്, ഞങ്ങൾക്കെല്ലാം കരുത്താണ്, ഞങ്ങൾക്കെല്ലാം വലിയ ആത്മവിശ്വാസമാണ് എന്ന് പ്രത്യേകം ഞാൻ പരാമർശിച്ചുകൊണ്ട് ആ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന അപകട സംഭവങ്ങളിൽ അന്വേഷണത്തിന് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അപകടമോ സംഭവമോ ഉണ്ടായാൽ അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ആൻഡ് ഇൻസിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി. അപകടസ്ഥലം കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും AICIOക്കാണ് പൂർണ്ണ അധികാരം. സൗദിയിൽ സിവിൽ ഏവിയേഷൻ നിയമവും എക്സിക്യൂട്ടീവ് നിർദ്ദേശങ്ങളും ലംഘിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് 1.38 കോടി റിയാലിന്റെ പിഴ. സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ട 2025 റിപ്പോർട്ടിൽ ഇതാണ് കണക്കുകൾ. ആകെ 609 ലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്കെതിരെ 404 ലംഘനങ്ങൾ രേഖപ്പെടുത്തി. 67 ലക്ഷത്തിലധികം റിയാൽ പിഴയാണ് വിമാന കമ്പനികളിൽ നിന്ന് മാത്രം ഈടാക്കിയത്. എക്സിക്യൂട്ടീവ് നിയമങ്ങൾ പാലിക്കാത്ത 7 ലംഘനങ്ങൾക്ക് 5.25 ലക്ഷം റിയാൽ പിഴയും ഈടാക്കി. യാത്രക്കാരുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിന് 136 കേസുകളിൽ നിന്നായി 50 ലക്ഷത്തിലധികം റിയാൽ പിഴ ലഭിച്ചു. വ്യക്തികൾക്കെതിരെ രേഖപ്പെടുത്തിയത് 43 ലംഘനങ്ങളാണ്. പെർമിറ്റ് ഇല്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് 4 പേർക്ക് 9,500 റിയാൽ പിഴ ലഭിച്ചു. വിമാനത്തിൽ അപകടകരമായ പെരുമാറ്റം നടത്തിയ 37 യാത്രക്കാർക്ക് 26,900 റിയാൽ പിഴ ചുമത്തിയതായും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാൻ നാഷണൽ ടീമുമായി കളിച്ചതിന്റെ സന്തോഷത്തിലാണ് സലാലയിലെ അണ്ടർ-19 ക്രിക്കറ്റ് ടീം. മസ്കത്ത് അമീറാത്തിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു ടൂർണമെന്റ്. ആദ്യമായി സലാലയിൽ നിന്നും ഒരു ടീം ഒമാൻ നാഷണൽ ടീമുമായി ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയും ടൂർണമെന്റിന് ഉണ്ടായിരുന്നു. 4 മത്സരങ്ങളടങ്ങുന്ന പരമ്പര മസ്കത്തിലെ അമീറാത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുക, നാഷണൽ ടീമിനോട് ഏറ്റുമുട്ടുക തുടങ്ങി ഒന്നിലധികം സന്തോഷം കൂടിയുണ്ടായിരുന്നു സലാല അണ്ടർ-19 ടീമിന്. സലാല ഫാസ് അക്കാദമി ഹെഡ് കോച്ച് ലോയിഡ് കെല്ലറിന്റെ നേതൃത്വത്തിലായിരുന്നു ടൂർ. We are here in Muscat currently, and we are having a 4-day tour with the boys, with the under-19 team, and we are playing against the under-19 OC team. And this was a good opportunity for the boys for the first time, which happened actually. So we are looking forward to conduct more events like this, to bring more talented boys from all the way to Salalah to Muscat and give everyone an opportunity. ഒമാൻ നാഷണൽ സീനിയർ ടീം കോച്ച് ദുലീബ് മെൻഡിസും ഒമാൻ നാഷണൽ താരങ്ങളും സലാലയിലെ കുട്ടി ക്രിക്കറ്റ് താരങ്ങളോട് സംസാരിച്ചു. നാഷണൽ അക്കാദമി നെറ്റ്സിൽ പ്രത്യേക പരിശീലനവും ഉണ്ടായിരുന്നു. ടാലൻറ്റഡായ കുട്ടികളുണ്ട്. അവർക്ക് മസ്കറ്റിൽ വന്ന് കളിക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാവും. അവർ ഒമാൻ ക്രിക്കറ്റ് അസോസിയേഷൻ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാൻ ക്രിക്കറ്റ് അസോസിയേഷൻ തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുള്ളത് മുന്നോട്ടുള്ള യാത്രയിലും അവർ കൂടെ നിൽക്കാം. സലാലയിലെ മുഴുവൻ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. സലാലയിൽ നിന്നും സീനിയർ ടീം, വുമൺ ടീം, അണ്ടർ-16 എന്നീ ടീമുകൾക്കും വരും മാസങ്ങളിൽ ഒമാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള അവസരവും ഒമാൻ ക്രിക്കറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിലെ ജാബിർ സ്റ്റേഡിയത്തിൽ നടന്ന ഫ്രഞ്ച് സൂപ്പർ കപ്പ് മത്സരത്തിൽ മാർസെയിലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി പാരീസ് സെന്റ് ജെർമെയിൻ കിരീടം നേടി. വ്യാഴാഴ്ച രാത്രി നടന്ന മത്സരം നിശ്ചിത സമയത്ത് സമനിലയിൽ അവസാനിച്ചതിനെ തുടർന്ന് ഷൂട്ടൌട്ടിലേക്കായിരുന്നു തീരുമാനം. ആദ്യ പകുതിയിൽ PSG ആധിപത്യം പുലർത്തി 13-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ മാർസെയിൽ തിരിച്ചുവന്ന് 75-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ സമനില പിടിച്ചു. 87-ാം മിനിറ്റിൽ മാർസെയിൽ ലീഡ് നേടിയെങ്കിലും അവസാന ഘട്ടത്തിൽ PSG സമനില നേടി. നിർണായക സേവുകൾ നടത്തി PSG ഗോൾ കീപ്പർ 4-1 തകർപ്പൻ വിജയം സമ്മാനിച്ചു.
അപ്സ്ട്രീം പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കുവൈത്ത് ഓയിൽ കമ്പനി. $677 മില്യൺ മൂല്യമുള്ള നിരവധി കരാറുകൾ പ്രമുഖ അന്താരാഷ്ട്ര എണ്ണപ്പാട സേവന കമ്പനികൾക്ക് കുവൈത്ത് ഓയിൽ കമ്പനി നൽകി. രാജ്യത്തെ എണ്ണപ്പാടങ്ങളുടെ നീളം, വെൽ ലോഗിംഗ്, പെർഫോറേഷൻ തുടങ്ങിയ പ്രത്യേക സേവനങ്ങൾക്കായാണ് കരാറുകൾ അനുവദിച്ചത്. വെസ്റ്റേൺ അറ്റ്ലസ് ഇന്റർനാഷണൽ, ഹാലിബർട്ടൺ ഓവർസീസ്, ചൈന നാഷണൽ ലോഗിംഗ് കോർപ്പറേഷൻ, വെതർഫോർഡ് എന്നീ സ്ഥാപനങ്ങളുമായാണ് KOC കരാർ ഒപ്പുവെച്ചത്. അവധിക്കാലവും പുതുവർഷവും ഒരുമിച്ചെത്തിയതോടെ കളക്ഷനിൽ ചരിത്രം കുറിച്ച് സൗദി ബോക്സ് ഓഫീസ്. കഴിഞ്ഞ മാസം മാത്രം നേടിയത് 1.25 കോടി റിയാലാണ്. തലീനി, അവതാർ, അനാക്കൊണ്ട തുടങ്ങിയ ചിത്രങ്ങളാണ് കളക്ഷനിൽ മുന്നിൽ. ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി ബോക്സ് ഓഫീസ്. കഴിഞ്ഞ വർഷം അവസാനത്തിൽ അഥവാ ഡിസംബറിൽ മാത്രം നേടിയത് 1.24 കോടി റിയാലാണ്. രാജ്യത്ത് അവധിക്കാലവും പുതുവർഷവും ഒരുമിച്ചതോടെയാണ് റെക്കോർഡ് കളക്ഷൻ. 33 സിനിമകളാണ് പ്രദർശനത്തിനെത്തിയത്. വിറ്റഴിഞ്ഞത് 2,33,900 ടിക്കറ്റുകളും. തലീനിയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ ചിത്രം. 60,600 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് 35 ലക്ഷം റിയാലാണ് നേട്ടം. അവതാർ ഫയർ ആൻഡ് ആഷ് 18 ലക്ഷം റിയാൽ വരുമാനത്തോടെ 2ാം സ്ഥാനം നേടി. 17 ലക്ഷം റിയാലോടെ അനാക്കൊണ്ടയാണ് 3ാം സ്ഥാനത്ത്. സെർച്ച് ഫോർ സ്ക്വയർ പാൻസ് എന്ന ചിത്രം 10 ലക്ഷം റിയാൽ നേടി 4ാം സ്ഥാനത്തെത്തി. സിനിമാ മേഖലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടി പ്രതിഫലനമാണ് നേട്ടം. ഷാൽചത് പുളശ്ശേരി, മീഡിയ 1, റിയാദ്. തണുപ്പേറിയതോടെ സൗദിയിലെ റിയാദിൽ മലയാളികളുടേതടക്കമുള്ള ആഘോഷരാവുകൾ സജീവമായിരിക്കുകയാണ്. മത്തിപൊരിച്ചും ചിക്കൻ ചുട്ടും മിനി ഫുഡ് സ്ട്രീറ്റ് തന്നെ ഒരുക്കിയായിരുന്നു റിയാദ് ടാക്കീസ് കഴിഞ്ഞ രാത്രി സജീവമാക്കിയത്. ഭക്ഷണ വൈവിധ്യം ആസ്വദിക്കാനും കൂടിയിരിക്കാനും ഒക്കെയായി നിരവധി മലയാളികളാണ് കൂട്ടായ്മയുടെ വിന്റർ ഫെസ്റ്റിൽ എത്തിയത്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേവലം 1 റിയാൽ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അഞ്ചുവളകൾ. തണുപ്പേറിയതോടെ റിയാദിലെ രാത്രികളും സജീവമായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദിലെ പ്രധാന കമ്മ്യൂണിറ്റിയായ റിയാദ് ടാക്കീസ് ഒരുക്കുന്ന വിന്റർ സീസണിന്റെ ഭാഗമായാണ്. ഇന്നിവിടെ വിവിധ കലാപരിപാടികളോടൊപ്പം നിരവധി ഭക്ഷണ വൈവിധ്യങ്ങളാണ് വിളമ്പുക. അതിൽ മത്തി പൊരിച്ചതുണ്ട്, ഓംലെറ്റ് ഉണ്ട്, കോണുണ്ട്, ചിക്കൻ പൊള്ളിച്ചതുണ്ട്. അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വൈവിധ്യങ്ങളാണ് വിളമ്പുക. ആ കാഴ്ചകൾ കാണാം, അതിൽ പങ്കെടുക്കാം. ആഘോഷിക്കാൻ അവസരം നോക്കി നടക്കുന്നവരാണ് റിയാദിലെ മലയാളികൾ. ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ആഘോഷങ്ങൾ ഒടുങ്ങിയിട്ടില്ല. മത്തിപൊരിച്ചും ചിക്കൻ ചുട്ടും ചൂടുള്ള സൂപ്പ് വിളമ്പിയും കഴിഞ്ഞ രാത്രി പൊടിപൊടിച്ചു. ക്രിസ്മസിൽ മത്തിക്കെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാവില്ല. എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങൾ. എല്ലാ വർഷവും നടത്തി വരാറുള്ള വിന്റർ ഫെസ്റ്റാണ് റിയാദ് ടാക്കീസ് നടത്തുന്ന വിന്റർ ഫെസ്റ്റാണിത്. ആസ് യൂഷ്വൽ അടിപൊളിയാണ്. റിയാദിലെ ഒട്ടും അടിപൊളി എന്ന് മാത്രമല്ല വൈബാണ്, അതാണ് ഹൈലൈറ്റ്. പൊളിച്ച് എല്ലാരും സെറ്റാണ്, ഉറപ്പാണ്. ഇന്നൊരു കോഴിക്കോടത്തെ റിയാദ് തട്ടുകട സ്പെഷ്യൽ ഓംലെറ്റും ബ്രെഡും, നാവിൽ വെള്ളമൂറുന്ന ഉപ്പിലിട്ടത്, വിവിധയിനം ചായകൾ, പിന്നെ എല്ലാത്തിനെയും തോൽപ്പിച്ച വൈറൽ മസാല ഫ്രൂട്ട്. അങ്ങനെ പോകുന്നു വിഭവക്കൂട്ടുകൾ. തണുപ്പിലെ ഓംലെറ്റും അതുപോലെ ബ്രെഡോ കഴിക്കാൻ നല്ല മൂഡാണ്. ഞാൻ എന്തായാലും സെലക്ട് ചെയ്തിരിക്കുന്നത് ഓംലെറ്റും ബ്രെഡും ആണ്. ഒരുപാട് ഫുഡ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് നൃത്യ പരിപാടികളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിയാദിലെ തന്നെ ഇത്രയും
എന്താ പറയുക ഒത്തൊരുമയോടുകൂടി ഈ ഒരു പരിപാടി നടത്തുന്നത് റിയാദ് ടാക്കീസിൻ്റെ ഒരു കരുത്ത് തന്നെയാണ്. തീർച്ചയായും ഞങ്ങളുടെ മെമ്പേഴ്സ് തന്നെയാണ് ഈ ഒരു കരുത്തിന് പ്രധാന കാരണം. കുടുംബത്തോടൊപ്പമാണ് റിയാദുകാർ റിയാദ് ടാക്കീസ് ഒരുക്കിയ വിന്റർ സീസണിൽ എത്തിയത്. കൊടും തണുപ്പിൽ അവരെല്ലാം മറന്ന് കൂടിയിരുന്നു. നാടും നാട്ടുകാരും രാഷ്ട്രീയവും സങ്കടങ്ങളുമെല്ലാം ആ രാവിൽ ചർച്ചയായി. പറയാനുണ്ടോ? ഇവിടെ കയറിയാൽ തന്നെ സൽക്കാരങ്ങളുടെ കളിയാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ പറയുന്നത് അമ്മായി സൽക്കാരം എന്നാണ്. ടാക്കീസിന്റെ പരിപാടിക്ക് വന്നാൽ അമ്മായി സൽക്കാരം തന്നെ. നമ്മളെ റിയാദ് ടാക്കീസ് എന്ത് പ്രോഗ്രാം വെച്ചാലും സൂപ്പറാണ്. നമ്മളെല്ലാ പ്രോഗ്രാമിനും വരാറുണ്ട്. ഈ വിന്റർ ഫെസ്റ്റിന് എല്ലാ വർഷവും വരാറുണ്ട്. ഉഷാറാണ്. വൈകുന്നേരം 8 മണിക്ക് അൽ അക്കിയാൽ സുലൈ എക്സിറ്റ് 18 ഇസ്രയേൽ സംഘടിപ്പിച്ച പരിപാടി പുലരും വരെ തുടർന്നു. ക്രിസ്മസ് കരോളും വിവിധ കലാപരിപാടികളും മത്സരങ്ങളും തണുപ്പുള്ള രാത്രിക്ക് ആവേശമായി. എല്ലാം കഴിഞ്ഞ് മടങ്ങാനിരിക്കുമ്പോൾ ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കി അവർ ആവേശത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഓണം പ്രോഗ്രാമും മറ്റു പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്ന ചങ്ക് മീഡിയ വണ്ണിനും അവരുടെ ടീമിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. കൂടാതെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വി വിഷ് യു എ മെറി ക്രിസ്മസ്. വി വിഷ് യു. തണുത്തൊരു രാത്രി, വിവിധ ആഘോഷങ്ങളും അതോടൊപ്പം രുചികരമായ ഭക്ഷണങ്ങളും വിളമ്പി അതെല്ലാം ആസ്വദിച്ച് സന്തോഷകരമാക്കിയ സംതൃപ്തിയിലാണ് ഞാനിപ്പോൾ. വരും ദിവസങ്ങളിലും റിയാദിലെ രാത്രികൾ സജീവമാകും. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. സൗദിയിൽ താമസ വിസയിലുള്ളവർക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കുന്നതിന് ഇഖാമയ്ക്ക് 30 ദിവസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ജവാസാത്ത് വിഭാഗം. 30 ദിവസത്തിനും 60നും ഇടയിൽ കാലാവധിയുള്ളവർ എക്സിറ്റ് നേടുമ്പോൾ ഫൈനൽ എക്സിറ്റ് വിസയുടെ കാലാവധി അവശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. സൗദി പാസ്പോർട്ട് വിഭാഗമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. രാജ്യത്ത് താമസ വിസയിൽ കഴിയുന്ന വിദേശികളുടെ ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഇഖാമക്ക് 30 ദിവസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടാകണം. 30 ദിവസത്തിൽ കുറവാണെങ്കിൽ ഇഖാമ പുതുക്കിയതിനു ശേഷം മാത്രമേ എക്സിറ്റ് നേടാനാവൂ എന്നും അതോറിറ്റി വ്യക്തമാക്കി. 30നും 60നും ഇടയിൽ കാലാവധിയുള്ളവർക്ക് അനുവദിക്കുന്ന എക്സിറ്റ് വിസയുടെ കാലാവധി ഇഖാമയിലെ അവശേഷിക്കുന്ന ദിവസങ്ങളായിരിക്കും. 60 ദിവസത്തിൽ കൂടുതൽ ഇഖാമ കാലാവധിയുള്ളവർക്ക് അനുവദിക്കുന്ന എക്സിറ്റ് വിസ കാലാവധി പരമാവധി 60 ദിവസമായിരിക്കുമെന്നും ജവാസാത്ത് വിശദീകരിച്ചു. ഫൈനൽ എക്സിറ്റ് വിസ ഫ്രീയായി ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മുക്കീം, അബ്ഷിർ പ്ലാറ്റ്ഫോമുകൾ വഴി നേടാനാകും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. ബഹ്റൈൻ സാമ്പത്തിക മേഖല വളർച്ച കൈവരിച്ചതായും GDP 4.0% ഉയർച്ച കൈവരിച്ചതായും റിപ്പോർട്ട്. ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രാലയം പുറത്തുവിട്ട സാമ്പത്തിക റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം എണ്ണ മേഖലയിലെ പ്രവർത്തനങ്ങളിലുണ്ടായ 9.3% വർധനയും എണ്ണ ഇതര മേഖലകളിലെ 3.1% വളർച്ചയും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശക്തി പകർന്നിട്ടുണ്ട്. ബഹ്റൈന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 85% എണ്ണ ഇതര മേഖലകളിൽ നിന്നായത് സമ്പദ്വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ വിജയമായും റിപ്പോർട്ട് വിലയിരുത്തുന്നു. എണ്ണ ഇതര വിഭാഗങ്ങളിൽ 5.4% വളർച്ചയുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയും സാമ്പത്തിക മേഖലയിലെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നുണ്ട്. ധനകാര്യ ഇൻഷുറൻസ് മേഖലകൾ 5% വളർച്ച രേഖപ്പെടുത്തി തൊട്ടുപിന്നിലെത്തി. മൊത്ത ചില്ലറ വ്യാപാര മേഖല 3.3%, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ രംഗം 2.1% വളർച്ച നേടി. ടൂറിസം, ഭക്ഷണ സേവന മേഖലകളിൽ 1.5% വർധനയുണ്ടായി. എണ്ണയിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ വിവിധ സേവന നിർമ്മാണ മേഖലകളെ മുൻനിർത്തിയുള്ള ബഹ്റൈന്റെ സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിൽ ടൂറിസം മേഖലയിൽ വൻ വികസനവുമായി ഗ്രീൻ ഐലൻഡ് ടൂറിസം പദ്ധതി. ഗ്രീൻ ഐലൻഡിനെ നവീകരിച്ച് രാജ്യത്തിന്റെ വിനോദ സാംസ്കാരിക ടൂറിസം ആകർഷണം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് വാർത്താവിനിമയ മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരി പറഞ്ഞു. പരിസ്ഥിതി പൈതൃക മൂല്യമുള്ള കേന്ദ്രങ്ങളിൽ സുസ്ഥിര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങളുടെ ഭാഗമാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. പദ്ധതിയിൽ ഗുണനിലവാരം, സുരക്ഷ, പ്രവർത്തനക്ഷമത എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുമെന്ന് അറിയിച്ചു. 1988 തുറന്ന ഗ്രീൻ ഐലൻഡ് കുവൈത്തിന്റെ ആദ്യ കൃത്രിമ ദ്വീപം, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണെന്ന് ടൂറിസം എന്റർപ്രൈസസ് കമ്പനി CEO അൻവർ അൽ ഹലീല പറഞ്ഞു. പൈതൃക മൂല്യം സംരക്ഷിച്ച ദ്വീപിനെ ആധുനിക ടൂറിസം കേന്ദ്രമായി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം
കൂട്ടിച്ചേർത്തു. സൗദിയിലെ ഖമീസ് മുഷായത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. വിവിധ സെക്ടറുകളിൽ നിന്നായി നിരവധി കലാകാരന്മാർ മത്സരങ്ങളിൽ മാറ്റുരച്ചു. മുഹമ്മദ് സഖാഫി മാവൂർ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ നൂഹ് അബ്ദുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. നിയാസ് കാക്കൂർ, മുഹമ്മദ് ഷാ മൊയ്തീൻ മാവൂർ, യൂസുഫ് ഉസ്മാൻ സഖാഫി, റഹ്മത്തുള്ള പട്ടിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. സൗദിയിലെ ജിദ്ദയിൽ ഫോക്കസ് ഇന്റർനാഷണൽ പുസ്തകമേള സംഘടിപ്പിക്കുന്നു. ബുക്ക് ഹറാജ് എന്ന പേരിൽ നാളെ വൈകിട്ട് 4 മണി മുതൽ ഷറഫിയ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ വെച്ചാണ് പരിപാടി. വായന പ്രോത്സാഹിപ്പിക്കുക, വായിച്ച പുസ്തകങ്ങൾ പരസ്പരം കൈമാറുക എന്നിവയാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. പുതിയതും പഴയതുമായ 2000-ഓളം പുസ്തകങ്ങളുള്ള പ്രത്യേക സ്റ്റാളുകളാണ് മേളയുടെ പ്രത്യേകത. കാലിഗ്രഫി, ഓപ്പൺ ക്യാൻവാസ്, ബുക്കെ, കോഫി കോർണർ തുടങ്ങിയ വ്യത്യസ്ത സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമാകും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ സലാഹ് കാരാടൻ, റഷാദ് കരുമാര, ഷഫീഖ് പട്ടാമ്പി, ജൈസൽ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 വർഷത്തിനിടെ ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിൽ അഭിമാനമുണ്ട്. നിക്ഷേപ സംഗമത്തിൽ സർക്കാരിനേക്കാൾ ശക്തമായി കേരളത്തിന് വേണ്ടി സംസാരിച്ചെന്നും സതീശൻ പറഞ്ഞു. ഖത്തറിൽ കേരള ബിസിനസ് ഫോറം സംഘടിപ്പിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നോട് ഒരാളെ ചോദിച്ചു, എന്താണ് 5 വർഷം കൊണ്ടുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് ചോദിച്ചു. പ്രതിപക്ഷ നേതാവായി ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്കുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യം ഞാൻ ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഗവൺമെന്റിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഞാൻ കേരളത്തിന് വേണ്ടി സംസാരിച്ചു. നിങ്ങളെ കൂടെ വന്നു, നിങ്ങൾ പേടിയോട് ഇഷ്യൂ ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഗവൺമെന്റ് സംസാരിച്ചേക്കാൾ കൂടുതൽ നിങ്ങൾ കേരളത്തിലേക്ക് വരാനാണ്, ഞങ്ങളൊക്കെ ഉണ്ടാവും കൂടെ, ഞങ്ങൾ നേരെ ഒപ്പോസ് ഇല്ലെന്നാണ്. ലോകമെമ്പാടുമുള്ള പ്രമുഖ കോണ്ടന്റ് ക്രിയേറ്റർമാർ സമ്മേളിക്കുന്ന 1 മില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റിന് ദുബൈയിൽ തുടക്കമായി. ഇത് 4ാം തവണയാണ് ദുബായ് സോഷ്യൽ മീഡിയ രംഗത്തുള്ളവരുടെ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് എമിറേറ്റ്സ് ടവേഴ്സ്, ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം എന്നിവിടങ്ങളിലായി 1 ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് ഒരുക്കുന്നത്. UAE ക്യാബിനറ്റ് അഫയേഴ്സ് മന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉള്ളടക്കം നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ 3 ദിവസം നീളുന്നതാണ് ഉച്ചകോടി. പ്രമുഖ ഇൻഫ്ലുവൻസർമാരടക്കം 15,000 കണ്ടന്റ് നിർമ്മാതാക്കൾ ഉച്ചകോടിയിലെത്തും. യൂട്യൂബ്, മെറ്റ തുടങ്ങി വൻകിട സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500 പ്രഭാഷകർ സദസ്സുമായി സംവദിക്കും. ഉച്ചകോടി സന്ദർശിക്കാനായി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദും വേദിയിലെത്തിയിരുന്നു. 522 കണ്ടന്റ് ക്രിയേറ്റർമാർ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. അജ്മാനിൽ ആദ്യത്തെ സംയോജിത ഇലക്ട്രിക് വാഹന ചാർജിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ നുവൈമി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UAV എന്ന സ്ഥാപനമാണ് കേന്ദ്രം സജ്ജമാക്കിയത്. UAEയിലെ വടക്കൻ എമിറേറ്റുകളിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു ചാർജിംഗ് സൗകര്യമെന്ന് അധികൃതർ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ പ്രവാസി ക്ഷേമത്തിനായി 200-ലധികം പദ്ധതികൾ കയ്യിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലെല്ലാം പ്രവാസികൾക്ക് പങ്കാളിത്തമുണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. ഖത്തറിൽ ഇൻകാസ് കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും, പുതിയ സംരംഭങ്ങളിലും നിങ്ങളെ പങ്കാളികളാക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ തുകയൊന്നുമല്ല പറയുന്നത്, ചെറുത് എന്നുള്ള വലുത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇന്നലെ KBF-ൽ ഞാൻ പറഞ്ഞു, വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവര് സ്റ്റേറ്റുകാരെ കൊണ്ടുപോകും, സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. 200 പ്രോജക്റ്റാണ് NRI-കാർക്ക് വേണ്ടി. 200 പ്രോജക്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, ആദ്യമായിട്ട് പറയാൻ ഇത് പ്രിപ്പയർഡാണ്. ഇപ്പൊ ഉണ്ട് കയ്യിൽ, അധികാരത്തിൽ വന്നിട്ടല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 200ഓളം പ്രോജക്റ്റുകൾ നിങ്ങളെ പങ്കാളികളാകാൻ സാധിക്കുന്നത്.
മഞ്ചീസ് ഫാസ്റ്റ് ഫുഡിന്റെ ഏറ്റവും പുതിയ ശാഖയ്ക്ക് സൗദിയിലെ ഹായിലിൽ തുടക്കമായി. ഇതോടെ മഞ്ചീസിന്റെ 9ാമത് ശാഖയ്ക്കാണ് തുടക്കമായത്. ചിക്കൻ മത്സ്യ വിഭവങ്ങൾക്ക് പേരുകേട്ട ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ് മഞ്ചീസ്. മനം നിറയും രുചിക്കൂട്ടൊരുക്കി മഞ്ചീസ് ഫാസ്റ്റ് ഫുഡ് ഹായിൽ സിറ്റി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. സിറ്റി ഫ്ലവർ ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് പുതിയ ശാഖ. സിറ്റി ഫ്ലവർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹസിൻ അഹമ്മദ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ ഡയറക്ടർ ഇ.കെ. റഹീം, നിബിൻ ലാൽ, മുഹമ്മദ് അലി, സിജോ, മനോജ് തിരൂർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ബഹ്റൈനിലും സൗദിയിലും പ്രവർത്തിക്കുന്ന മഞ്ചീസ് വിവിധയിനം ചിക്കൻ മത്സ്യവിഭവങ്ങൾക്ക് പേരുകേട്ട ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ്. ഗ്രൂപ്പിന്റെ 9ാമത് ശാഖയാണ് ഹായിലിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിക്കൻ ബ്രോസ്റ്റഡ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾക്ക് പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു. വിവിധതരം ഫ്രഷ് ജ്യൂസുകൾ, ഡെസേർട്സ്, കിഡ്സ് സ്പെഷ്യൽ വിഭവങ്ങൾ, ക്ലബ് സാൻഡ്വിച്ച്, പൊട്ടാറ്റോസ് തുടങ്ങിയവ ഇവിടെ നിന്നും രുചിക്കാം. കുടുംബസമേതം വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള ഡൈനിങ് സജ്ജീകരണങ്ങളാണ് പുതിയ ശാഖയിലും ഒരുക്കിയിട്ടുള്ളത്. മീഡിയ 1, റിയാദ്. പ്രതിപക്ഷ നേതാവ് BD സതീഷിനെ ആഘോഷപൂർവ്വം വരവേറ്റ് ഖത്തർ. ഖത്തർ ഇൻകാസ് സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ 1500-ലേറെ പേരാണ് പങ്കെടുത്തത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF എന്തായാലും അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു BD സതീഷിന്റെ ഇന്നത്തെ ഇവിടെ നടത്തിയ പ്രസംഗം. ഖത്തർ ഇൻകാസിന്റെ കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച്, കേരളത്തിലെ പദ്ധതിയെക്കുറിച്ച്, പ്രവാസികളുടെ പദ്ധതിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത് പോലെയല്ല തിരിച്ചു പോകുന്നതെന്നാണ്. ഖത്തറിൽ വന്ന ശേഷം ഖത്തറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ താല്പര്യം കണ്ട് ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം BD സതീശൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഖത്തർ ഇൻകാസിലെ പ്രവർത്തകരിൽ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഭാരവാഹികളുണ്ട്, ജോസഫ് അടക്കമുള്ള ഭാരവാഹികൾ വരുന്നുണ്ട്. ഏതായാലും എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ജനങ്ങളുടെ ആത്മബലമാണ് ആ രാജ്യത്തിന്റെ ശക്തി എന്ന് ഇവിടെ തീർച്ചയായിട്ടും പുള്ളിയുടെ ഈ പ്രസംഗത്തിലൂടെ ഞങ്ങൾക്കെല്ലാം സ്വപ്നം കാണാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറി. അതേപോലെ ഭാവി ഭദ്രമാക്കാനുള്ള സാമ്പത്തിക പദ്ധതി, അതിന് വ്യക്തതയും കാര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഖത്തർ ഇൻകാസിന്റെ ശക്തമായ പിന്തുണ ഈ ഭാഗത്തുണ്ടായിരിക്കും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പല 200-ലേറെ പദ്ധതികൾ പ്രവാസികൾക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. തീർച്ചയായും വളരെ ആവേശത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷനാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഇൻകാസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾ പ്രവർത്തന രംഗത്തിറങ്ങുകയാണ്. കുറച്ച് കാലങ്ങളായി രണ്ടായിരുന്ന ഇൻകാസാണ് ഇപ്പോൾ നിലവിൽ ഒന്നായതിനു ശേഷം മാത്രമേ ഖത്തറിലേക്ക് ഞാൻ ഉള്ളൂ എന്നുകൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വളരെ ആവേശകരമായ ഒരു പ്രസംഗമായിരുന്നു BD സതീശിന്റെ. ഞങ്ങൾ ഇൻകാസ് ഫാമിലി ഒന്നായി അതിന്റെ ആവേശകരമായ ഒരു പ്രസംഗം. അതുപോലെ തന്നെ എല്ലാ അണികളിലും 2026 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൂത്തുവാരും ഒരു സംശയമില്ല. ഓക്കെ, ഒരുപാട് പദ്ധതികളൊക്കെ പറയുകയുണ്ടായി. ഒരു വിഷൻ അന്നത്തെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരുന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം ഞങ്ങൾക്ക് അത് കൂടുതൽ ആവേശം നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ കേരളത്തിലെ അധികാരത്തിൽ വരും എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പദ്ധതികളുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ നിരവധി പദ്ധതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും UDFന്റെ അടുത്ത UDFന്റെ വിജയത്തിനായി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. താങ്ക് യു. എന്നാലും ഇവിടെ ഹൈദർക്ക നമ്മുടെ ഇൻകാസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടർ മെമ്പർ എന്ന രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ നിലവിലെ രക്ഷാധികാരിയാണ്. എന്താണ് BD സതീശൻ പ്രസംഗിച്ചു പോയി, എന്താണ് തോന്നുന്നത്? BD സതീശൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് UDF വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയാണ് 2026 തെരഞ്ഞെടുപ്പിന് മുന്നിൽ. അത് കേവലം ഒരു വിജയമല്ല, കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുമുള്ള നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ BD സതീശൻ പറയുണ്ടായി 200ഓളം പദ്ധതികൾ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ രംഗത്തും
കേരളത്തിലെ ജ്ഞാനോന്മുഖമായ വികസനത്തിന് വേണ്ട പ്രവർത്തനവുമായി കാഴ്ചപ്പാട് പോകുമ്പോൾ അതിന് പരിപൂർണ്ണ പിന്തുണ ഇൻഗാസ് ഖത്തറിന്റെ പേരിലുണ്ടാവുമെന്ന് അറിയാൻ ഞാൻ ശ്രമിക്കുന്നു. കേരളത്തിലേതുപോലെയുള്ള ഒരു ആവേശമാണ് നിലവിൽ കേരളത്തിലേതുപോലെയുള്ള ഒരു ആവേശമാണ് ഖത്തറിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ ഇവിടുത്തെ ഇന്നത്തെ സതീഷിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ദോഹയിൽ നിന്ന് വിദേശ രാജ്യത്തെ അധിക്ഷേപിച്ചതിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനും ബഹ്റൈൻ സ്വദേശിക്ക് കോടതി 6 മാസം തടവും 200 ദിനാർ പിഴയും ശിക്ഷ വിധിച്ചു. 4ാം മൈനർ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഒരു ചാനലിലൂടെ പ്രതി നടത്തിയ പ്രസ്താവനകളും 2 വീഡിയോ ക്ലിപ്പുകളും പ്രതിക്കെതിരെയുള്ള തെളിവുകളായി. അഭിപ്രായ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തോടെ വിനിയോഗിക്കണമെന്നും വിദ്വേഷം പടർത്താനോ ഐക്യം തകർക്കാനോ കലാപമുണ്ടാക്കാനോ വാക്കുകളെ ദുരുപയോഗം ചെയ്യരുതെന്നും പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി.